തീപ്പെട്ടി പോലും ഉണ്ടാക്കാൻ സാധ്യമാകാത്ത വിധം ഇറാന് രണ്ട് കല്ലുകൾ കൊണ്ട് ഉരസി തീയുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക്, ശിലായുഗ കാലഘട്ടത്തിലേക്ക് തിരിച്ചയക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദവും ജൽപ്പനവും. അതേസമയം തന്നെ ഇറാന്റെ ശക്തരായ, ഒരിക്കലും ഭീരുക്കളല്ലാത്ത, ഒന്നുകിൽ ജയിക്കുക അല്ലെങ്കിൽ മരണം വരെ പോരാടുക എന്ന ഒരു തത്വസംഹിതയുമായി പുറപ്പെട്ട കരുത്തരായ സൈനികർ അമേരിക്കയുടെ 2 പോർ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന വാർത്തയും നമ്മൾ കേൾക്കുന്നു. അമേരിക്ക തന്നെ പോർ വിമാനങ്ങളെ വെടിവെച്ചിട്ട വാർത്ത അംഗീകരിക്കുകയും ഒരു പൈലറ്റിനെ കിട്ടിയെന്നും മറ്റൊരു പൈലറ്റിന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നുവെന്നും അമേരിക്ക തന്നെ സമ്മതിക്കുമ്പോൾ വീണ്ടും ഒരു പോർ വിമാനത്തെ വെടിവെച്ചിട്ടതായാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഏതായിരുന്നാലും രക്തരൂക്ഷിതമായ യുദ്ധത്തിനൊരയവില്ലാതെ അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസ് വിയർക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അമേരിക്ക ഇറാന്റെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് പിടിച്ചടക്കി തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുമെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് സൈനികരെ അമേരിക്കയിൽ നിന്നും ഇറാന്റെ തീരപ്രദേശത്തേക്ക് അയക്കുമ്പോൾ ഹോർമൂസിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇറാൻ ഏറ്റെടുത്തുകൊണ്ട് അവർ അംഗീകാരം കൊടുക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകളെ മാത്രം കടത്തിവിട്ടുകൊണ്ട് അവരുടെ ശക്തി വീണ്ടും വീണ്ടും കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഹോർമൂസ് ചാലിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുത്ത ഇറാൻ അവിടെ ടോൾ പിരിവ്, അതായത് ഒരു കപ്പൽ കടന്നു പോകാൻ ഇത്ര രൂപ അവിടെ നൽകണം എന്ന ഒരു സംവിധാനം കൂടി കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് നമുക്ക് മീഡിയകളിലൂടെ മനസ്സിലാകുന്നത്. അമേരിക്കയും ഇസ്രായേലും അവരുടെ സകല ആയുധങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സകല സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇറാനെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുമ്പോൾ ഇറാൻ കരുത്തുറ്റ രാഷ്ട്രമായി, ലോകത്തെ തന്നെ ഏറ്റവും സൈനിക ശേഷിയുള്ള രാഷ്ട്രമായി ശക്തമായി അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ തിരിച്ചടിക്കുന്ന അവസ്ഥയാണ് ഇന്നലെയും ഇന്നുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇറാന്റെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നതാണ് അമേരിക്കയ്ക്ക് പോലും ഉചിതം എന്ന് തോന്നുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളായി 24 മണിക്കൂർ വെടിനിർത്താൻ അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ അമേരിക്ക തയ്യാറാണെന്ന് ചില രാജ്യങ്ങളെ അറിയിച്ചതായി സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകൾ വരുന്നുണ്ട്. അത്രമാത്രം ഭീകരമായ രൂപത്തിൽ അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട്, ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇറാന്റെ പോരാളികൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ, ഒരു രാജ്യത്തിന്റെ അധികാരങ്ങളിൽ അവരുടെ നേതാക്കന്മാരെ കൊന്നൊടുക്കിയത് കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ കീഴടക്കാൻ സാധ്യമല്ലെന്ന പ്രഖ്യാപനമാണ് ഈ യുദ്ധം നമുക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് ഇറാന്റെ ശക്തമായ പ്രത്യാക്രമണത്തിൽ അമേരിക്കയും ഇസ്രായേലും കിടുകിടാ വിറക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കോടിക്കണക്കിന് രൂപയാണ് ഓരോ പോർ വിമാനങ്ങൾക്കും ചെലവാകുന്നത്. അങ്ങനെ കോടാനുകോടി രൂപ ചെലവഴിച്ച 2 പോർ വിമാനങ്ങൾ ആർക്കും തൊടാൻ പറ്റില്ല. ഒരിക്കലും അതിൻ്റെ അടുത്തേക്ക് പോലും ഒരു മിസൈലിന് പോലും അടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അമേരിക്കയുടെ അത്രയും സുരക്ഷിതമായ, കോടാനുകോടി വില വരുന്ന അമേരിക്കയുടെ 2 പോർ വിമാനങ്ങളാണ് 2 ദിവസങ്ങളായി ഇറാൻ തകർത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇറാന്റെ ഈ മുന്നേറ്റത്തിൽ ഒരു രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കപ്പെട്ട് ഓരോ രാജ്യത്തിനും സ്വതന്ത്രമായ അവകാശവും അധികാരവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ലോക സമൂഹവും അവരുടെ മനസ്സാക്ഷിയും അവരുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഇറാന്റെ വിപ്ലവത്തെ മനസാവാച കർമ്മണ അംഗീകരിക്കുകയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഈ തോന്നിവാസം അവസാനിപ്പിക്കാൻ സമയമായി എന്നുള്ള ഒരു
സന്ദേശമാണ് ലോക ജനതയ്ക്ക് മുമ്പിൽ എനിക്ക് നൽകാനുള്ളത്. അമേരിക്കയുടെ കടന്നുകയറ്റത്തെ അതിശക്തമായി പ്രതിരോധിക്കുന്ന ഇറാൻ ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.